പക്ഷേ വളരെ നിരാശാജനകമായിരുന്നു ചർച്ച. പല കാര്യങ്ങളും ചർച്ച ചെയ്ത് നമ്മളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളെല്ലാം മുന്നോട്ട് വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോലും, അതായത് ഓണറേറിയം വർധനവ്, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ സാമ്പത്തിക കാര്യങ്ങളിൽ, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യ വകുപ്പിന് ഒന്നും പറയാനില്ല. അത് ധനകാര്യ വകുപ്പുമായിട്ട് വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടേ പറയാൻ പറ്റുള്ളൂ. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ഇത്രയും കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു, സമരം ചെയ്യുന്നു. ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ വരേണ്ടിയിരുന്നത്. അത് വന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓണറേറിയത്തിൻ്റെ വർധനവ്, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കൽ, പെൻഷൻ ഇത്യാദി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് ഒന്നും പറയാനില്ല. അഥവാ നിഷേധാത്മക നിലപാട് മാത്രമേ അവർക്ക് പറയാൻ. നമ്മൾ അവരോട് പറഞ്ഞു, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. അവസാനം ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്നെങ്കിലും ധനകാര്യ വകുപ്പും അതേപോലെ മുഖ്യമന്ത്രിയുമായിട്ടും ചർച്ച ചെയ്ത്, യുദ്ധകാലാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് വിവരം ഞങ്ങളെ അറിയിക്കുക. അത് പറഞ്ഞാണ് നമ്മൾ തിരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സമരം, നമ്മൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല, നമ്മൾ ഉറക്കെ പറഞ്ഞു. നമ്മുടെ സമരം പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് പോവുക എന്നത് മാത്രമേ. അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് മറ്റ് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഒരുപാട് ക്രൈറ്റീരിയ അത് സംബന്ധിച്ച് അത് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്ക് വരും. അത് നിങ്ങൾക്ക് അനുകൂലമായി ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരി. പക്ഷേ നമ്മൾ അത് മാത്രമല്ലല്ലോ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ട്. അപ്പം ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഓണറേറിയം വർധനവ്, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കാൻ, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റ് അത്തരം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഗവൺമെന്റ് തീരുമാനത്തിൽ എത്തട്ടെ. നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രശ്നമല്ല. കാരണം ഗവൺമെന്റ് തീരുമാനത്തിൽ എത്തിയിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കട്ടെ. നമുക്ക് ഗവൺമെന്റിന്റെ തീരുമാനമാണ് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമരം പൂർവാധികം ശക്തിയായി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള മുഴുവൻ ആശാവർക്കർമാരെയും ഞാൻ വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. നമ്മൾ 20-ാം തീയതി നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ ആശാവർക്കർമാരുടെ മഹാസംഗമം, കേരളത്തിലെ 26,500 ആശമാരും ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് പ്രവഹിക്കണം. കാരണം ഇത് ഗവൺമെന്റിനെ കൊണ്ട് തന്നെ തീരുമാനമെടുക്കേണ്ടതാണ്. നിസ്സാരമായ രീതിയിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല. അവർ ചർച്ച ചെയ്യട്ടെ, ധനകാര്യ വകുപ്പുമായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ചർച്ച ചെയ്തിട്ട് വന്നാൽ മതി. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയിൽ അവർ ചർച്ചയ്ക്ക് വരണം. അതുവരെ നമുക്ക് നമ്മുടെ സമരവുമായിട്ട് തന്നെ മുമ്പോട്ട് പോകാം. അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്ന് മാത്രമേ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.